ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്ക് പെട്ടെന്നൊരു ഫിഷ് കറി ഉണ്ടാക്കാം. ഓക്കെ, ഇതിന് പ്രത്യേകിച്ച് വേറൊന്നുമില്ല. നമ്മുടെ ക്യാൻ ടൈപ്പ് ട്യൂണ കിട്ടത്തില്ലേ, അത് വെച്ചിട്ടുള്ള ഫിഷ് കറി ആട്ടോ ഉദ്ദേശിക്കുന്നത്. സോ പാൻ ചൂടാക്കിയ പാനിലേക്ക് കടുകിടുക. കടുകിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉലുവ ഇടുക. പിന്നെ നമ്മൾ ഓൾറെഡി കുറച്ച് പെരിഞ്ചീരകം ഇടുക. അതിനുശേഷം കറിവേപ്പില ഇടുക. അതെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ കുനുകുനാന്നരിഞ്ഞ് കഴിഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ അതൊരു ബ്രൗണിഷ് നിറമായി വരുന്നവരെ നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇത് ഏകദേശം ഒരു ബ്രൗണിഷ് കളറായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുനുകുനാന്നരിഞ്ഞ് കഴിഞ്ഞാൽ സവാള മിക്സ് ചെയ്യുക. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എൻ്റെ ഇവിടുത്തെ അവൈലബിലിറ്റിനനുസരിച്ചിട്ട് എനിക്ക് സവാളയാട്ടോ ഉള്ളത്. സോ ഞാനത് സവാളയാണ് ആഡ് ചെയ്തേക്കുന്നത്. ഇനി അത് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും അതൊരു ബ്രൗണിഷ് കളറാവുന്നവരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. സോ നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്യാം. അപ്പം വേഗം ഒന്ന് മെൽറ്റായി ബ്രൗണിഷ് കളറായിട്ട് കിട്ടും. ഏകദേശം ബ്രൗണിഷ് കളറായി വരുന്നുണ്ട്. മഞ്ഞപ്പൊടി, എരിവ് കുറവുള്ള കാശ്മീരി ചില്ലി ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു 2 സ്പൂണൊക്കെ ഇടാം ചില്ലി പൗഡർ. ഇത് മല്ലിപ്പൊടി കുറച്ചുകൂടി. പെപ്പർ ആവശ്യത്തിന് ഇട്ടാൽ കിട്ടും. ഉലുവപ്പൊടി ആദ്യം നമ്മൾ കടുക് പൊട്ടിക്കുമ്പം കുറച്ച് ഉലുവായിട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും ലാസ്റ്റ് ഫൈനൽ ടച്ചിൽ നമ്മളൊരു മസാല എല്ലാം ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഇടുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ കളർ മാറി വരുന്നുണ്ടോ? ഇതാട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകും. പക്ഷെ മല്ലിച്ചപ്പ് നമ്മളിട്ടു. ഇനി ഇതൊന്ന് നമ്മൾ ഈ മസാലയും എല്ലാം ചെയ്ത് വെച്ചതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇപ്പോഴേ നല്ല മണം വരും. നമ്മുടെ ട്യൂണ കറി ആയിട്ടുണ്ട്. സോ നമുക്ക് അടച്ചു വെക്കാം.